അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. വളരെയേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അവരുടെ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട്, പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ മുറാദുകളും എല്ലാ ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ സാധിപ്പിച്ചു തരണേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും, മാനസിക പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റബ്ബേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും, പൈശാചിക ശല്യങ്ങളിൽ നിന്നും, ആപത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കാനും നീ തൗഫീക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. എന്നാൽ തഹജ്ജുദ് നിസ്കാരത്തിൽ നാം എല്ലാവരും സൂറത്തുകൾ ഓതാറുണ്ട്. എന്നാൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഈ സൂറത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആയിരക്കണക്കിന് ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ്. നമ്മൾ ഏതായാലും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, അപ്പോൾ നമ്മൾ സൂറത്ത് ഓതാറുമുണ്ട്. എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ഓതിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ആയിരക്കണക്കിന് ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്കതുകൊണ്ട് ലഭിക്കുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് മുഴുവനായിട്ടും ഓതാൻ എത്ര സമയമെടുക്കും ഒരു ഖത്തം ഓതി തീർക്കാൻ? എന്നാൽ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട്, ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് ഓതുന്നത് കൊണ്ട് ആയിരക്കണക്കിന് ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള വമ്പൻ അവസരങ്ങൾ, വമ്പൻ ഓഫറുകൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പരിശുദ്ധ ഖുർആൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് മാത്രമേ അത് നൽകിയിട്ടുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആനുമായി നമ്മൾ എങ്ങനെ തന്നെ ബന്ധപ്പെട്ടാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നൽകുന്നത്. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലും അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ എടുത്തു വെച്ചാൽ പോലും നമുക്ക് കൂലിയാണ്. എന്തിനേറെ പറയുന്നു, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എന്നും എടുത്തുവന്നു തുറന്നു നോക്കിയാൽ അതിന് വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്നും ഓതാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ, വലിയ തിരക്കുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്നും എടുത്ത് അതൊന്ന് തുറന്ന് അതിനൊരു മുത്തം നൽകുക. കാരണം പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുകൊണ്ടൊക്കെ നേട്ടമുള്ളൂ, അതൊക്കെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഈ ആളുകളൊക്കെ രാവിലെ എണീറ്റ ഉടൻ തന്നെ അവരുടെ തല പൊങ്ങിയിട്ടുണ്ടാകില്ല, അവരുടെ ഉറക്കം പോലും ശരിക്ക് മാറിയിട്ടുണ്ടാവില്ല. അവർ ഉണരുന്ന സമയത്ത് പോലും അവരുടെ ചിന്ത ഇതിലേക്കായിരിക്കും. അവരുടെ കണ്ണുകൾ പോലും അവർക്ക് ശരിക്ക് തുറക്കാൻ കഴിയില്ല. എന്നാലും അവരുടെ കൈ നേരെ പോകുന്നത് അവരുടെ ഫോണിൻ്റെ അടുത്തേക്കായിരിക്കും. അവർ കിടന്നിട്ട് രാത്രി ഉറങ്ങിയത് തന്നെ 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അതുവരെ ഈ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അവർ പിന്നീട് രാവിലെ ഉണരുന്നതും അവരുടെ ചിന്തയും അവരുടെ ശരീരവും എല്ലാം പോകുന്നത് അവരുടെ ഫോണിലേക്കായിരിക്കും. എന്താണ് ആ ഫോൺ തുറന്ന് അതിൽ എന്താണ് വന്നത്? വാട്സാപ്പിൽ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്? വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എന്തൊക്കെയാണ് വന്നത്? ഫേസ്ബുക്കിൽ എന്താണ് പുതുതായിട്ട് പോസ്റ്റ് വന്നത്? യൂട്യൂബിൽ എന്താണ്, ആരൊക്കെ വ്ളോഗ് ചെയ്തു, ആരൊക്കെ വീഡിയോ ഇട്ടു, അതൊക്കെയും കണ്ട് അതിന് ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് 4 തെറി കമൻ്റൊക്കെ എഴുതി അതിൽ സന്തോഷം കണ്ടെത്തുന്ന പല ആളുകളുമാണ്.
അവർ കിടന്ന പായയിൽ നിന്ന് എണീറ്റ് പോലും ഉണ്ടാകില്ല, പല്ല് പോലും തേച്ചിട്ടുണ്ടാകില്ല. ആ കിടന്ന സ്ഥലത്ത് നിന്ന് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കും. അതിന് അവർക്ക് സമയം ചിലവഴിക്കാം. അതിനൊക്കെ അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പിന്നീട് അവർ അവിടെ നിന്നും എണീറ്റ് പോകണമെങ്കിൽ ഉമ്മ വിളിക്കുന്നുണ്ടാകും, മോനെ എണീറ്റ് വാടാ, പല്ല് തേക്ക്, നിസ്കരിക്ക്, ചായ കുടിക്ക് എന്നൊക്കെ പറയുന്നുണ്ടാകും. എന്നാൽ അതൊന്നും ഇപ്പോഴത്തെ മക്കൾ മൈൻഡ് ചെയ്യില്ല. പിന്നീട് അവർ അവിടെ നിന്ന് എണീക്കണമെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ ഉണ്ടാകണം. എന്നാൽ അവർ അതൊക്കെയും അവിടെ വെച്ച് വേഗം എണീറ്റ് പോകും, അല്ലാതെ പോകില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ഈ ആളുകൾക്ക് ഇതിനൊക്കെയും അവർക്ക് സമയമുണ്ട്. എന്നാൽ അവർക്ക് നിസ്കരിക്കാനോ പരിശുദ്ധ ഖുർആൻ ഓതാനോ പരിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു നോക്കാനോ അതിനൊരു മുത്തം നൽകാനോ അവർക്ക് സമയമില്ല. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്ത് എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടത്തേക്ക് കൃഷി ചെയ്യാനാണ്. നമ്മൾ ഇവിടെ ധാരാളം ഇബാദത്തെടുത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ വന്ന് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത പ്രവൃത്തികൾ, വേണ്ടാത്ത ചിന്തകൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് ആ സമയവും നഷ്ടമാകും, മാത്രമല്ല നമുക്ക് പരലോകവും നഷ്ടമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. അതൊരിക്കലും നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ദുനിയാവിലെ കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എടുത്ത് അവരുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് അവരെ നമ്മൾ നല്ല റീച്ചാക്കി കൊടുത്തിട്ട് നമുക്ക് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. നമുക്ക് ആ സമയം നഷ്ടമാകുകയാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. അതിനി ദുനിയാവിന് വേണ്ടിയിട്ടാണെങ്കിലും ആഖിറത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അത് പരലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ദുനിയാവിലെ വിജയവും അവൻ ആഗ്രഹിക്കും, ദുനിയാവും ആഖിറവും അവൻ സ്വന്തമാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടുതൽ സമയവും നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക, ആഖിറത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, സ്വഹാബിമാരൊക്കെ എത്ര തന്നെ തിരക്കുള്ളവരാണെങ്കിലും, എത്ര തന്നെ തിരക്കുള്ള ജോലിയുള്ളവരാണെങ്കിലും അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ അവർ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഒരു മുത്തം നൽകുമെന്ന്. അതിന് വലിയ പ്രതിഫലമാണ്. അതിനധിക സമയമൊന്നും വേണ്ട, സെക്കൻഡുകൾ മാത്രം മതി. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, മുത്തുനബിയെ, നമ്മളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്, ഏറ്റവും ഹൈറായവൻ ആരാണ് എന്ന്. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ പഠിച്ചവൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, പരിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നവൻ, അവരാണ് നമ്മളിൽ ഏറ്റവും ഖൈറായവർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല 3 സ്ഥലങ്ങളിലേക്ക് നോക്കൽ ഏറ്റവും പുണ്യമാണ് എന്ന് പറഞ്ഞതിൽ അതിൽ ഒന്ന് പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുന്നതും പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതുമൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. നിങ്ങൾക്കിനി ഓതാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ചിലപ്പോൾ വയസ്സായ ഉമ്മമാർ, ഉപ്പമാർ, അവരൊക്കെയും ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഓതുന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്ന് പോയി കിടന്നാൽ മതി. ആ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ട് നിങ്ങൾ ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിന് പോലും വലിയ പ്രതിഫലമാണ്. നമ്മളൊക്കെ പാട്ടിട്ടിട്ട് എന്തെങ്കിലും സോങ്ങൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത്. അതിന് നമുക്ക് എന്താണ്? ഒരു കാര്യവുമില്ല. ആ സമയത്തൊരു സന്തോഷം ശൈത്താൻ നമുക്ക് തരുമെങ്കിലും അതിന് നമുക്കൊരു കൂലിയൊന്നും കിട്ടുന്നില്ല, അതിനൊരു പ്രതിഫലവുമില്ല.
എന്നാൽ അത് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നിങ്ങൾക്ക് വലിയ കൂലിയാണ് നൽകുന്നത്. മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ അത് കാരണമാകും. നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടും അറിയാതെയും എത്ര തെറ്റുകൾ ചെയ്തു പോയവരാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ധാരാളം നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെയും നമുക്ക് പുറത്തു തരുന്നതാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ഏറ്റവും പുണ്യമുള്ളത്, ഏറ്റവും കൂലിയുള്ളത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഓതുന്നതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിസ്കാരത്തിൽ ആരെങ്കിലും ഒരാൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആ സൂറത്ത് ഓതുമ്പോൾ ആ സൂറത്തിൻ്റെ ഓരോ ഹറഫിനും അല്ലാഹു സുബ്ഹാനഹു തആല 100 ഇരട്ടി പ്രതിഫലം നൽകുകയാണ്. എന്നാൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുന്നവർ ഓതുന്ന ഓരോ സൂറത്തിൻ്റെ ഹറഫിനും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുന്ന പ്രതിഫലം 50 ഇരട്ടിയാണ്. എന്നാൽ നിസ്കാരമല്ലാത്ത മറ്റുള്ള സമയം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർബന്ധമായിട്ടും വുളൂഓടുകൂടി വേണം പരിശുദ്ധ ഖുർആൻ ഓതാൻ. ഒരാൾ പരിശുദ്ധ ഖുർആൻ വുളൂഓടുകൂടി ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പ്രതിഫലം 25 ഇരട്ടിയാണ്. നിസ്കാരത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഓരോ സൂറത്തിൻ്റെയും ഓരോ ഹറഫിനും നമുക്ക് കിട്ടുന്നത് 100 ഇരട്ടിയാണെങ്കിൽ, നമ്മളല്ലാത്ത സമയം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഓരോ ഹറഫിനും കിട്ടുന്നത് 25 ഇരട്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ആ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നതിൻ്റെ മാറ്റം. അതുകൊണ്ട് നിസ്കാരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂലി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണല്ലോ, ആ നിസ്കാരത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് ഓതിയാൽ നിങ്ങൾക്ക് 100 ഇരട്ടിയല്ല 1000കണക്കിന് ഇരട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രതിഫലം നൽകാൻ പോകുന്നത്. ഇനി വുളൂ ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ, പരിശുദ്ധ ഖുർആൻ നിർബന്ധമായിട്ടും നിങ്ങൾ വുളൂഓടുകൂടി ഓതാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും അഫ്ളൽ. വുളൂ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധ ഖുർആൻ എടുക്കുകയോ തൊടുകയോ ഒന്നും തന്നെ ചെയ്യരുത്. ഇനി നിങ്ങൾ കാണാതെ നിങ്ങൾ വുളൂ ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത് 10 ഇരട്ടി പ്രതിഫലം മാത്രമേ ഉള്ളൂ. അലിയാർ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ ഏറ്റവും നല്ലത് രാത്രി സമയങ്ങളിൽ ഓതുകയാണ്. കാരണം ആ സമയത്ത് ഉറക്കൊഴിച്ച് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കും. മാത്രമല്ല അതിന് വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്. ആ സമയം നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്ത മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഫ്രീ ആകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് നൽകുന്നത് 2200 വട്ടം നമ്മൾ ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ്. അത്രക്കും വലിയ പ്രതിഫലമുള്ള സൂറത്താണ് ഇനി പറയുന്നത്. അത് നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതണം. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഹൃദയമുണ്ട്, എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം അത് സൂറത്ത് യാസീൻ. ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അത് സൂറത്ത് യാസീനാണ്. യാസീൻ സൂറത്ത് ആരെങ്കിലും ഒരാൾ അവൻ്റെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് യാസീൻ സൂറത്ത് നല്ല ഉദ്ദേശത്തോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി ആരെങ്കിലും ഒരാൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് അവൻ്റെ ആ മുറാദ് എളുപ്പത്തിൽ അവനക്ക് സാധിച്ചു കൊടുക്കുന്നതാണ്. യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ നിസ്കാരമല്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ 22 ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് നൽകുന്നത്. എന്നാൽ തഹജ്ജുദ് നിസ്കാരത്തിൽ
നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണല്ലോ. തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സൂറത്ത് ഓതാറുണ്ട്. ആ സൂറത്ത് ഓതുന്നതിന് പകരം നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം 2200 ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ യാസീൻ സൂറത്ത് തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതിയാൽ മതി. അതിന് നിങ്ങൾക്ക് 2200 ഖത്തം ഓതിയതിൻ്റെ പ്രതിഫലമാണ്. അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ഒരു സമ്മാനം, ഈ വലിയ ഒരു ഓഫർ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുപോകണം, പതിവായി കൊണ്ടുപോകണം. എല്ലാ തഹജ്ജുദ് നിസ്കാരത്തിലും ഈ യാസീൻ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു അറിവ് പഠിക്കാൻ, അറിയാൻ, അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യണം എന്ന വസിയത്തോടുകൂടി ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.